പാലക്കാട് സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ +2-ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ജ്ഞാനോദയം 2026 ആരോഗ്യ പരിപാലന മിഷന്റെ ഉദ്ഘാടനവും രമേശ് പിഷാരടി MLA നിർവഹിച്ചു. അംഗീകാരം അർഹിക്കുന്നവരാണ്. ചെറിയ കാര്യമൊന്നുമല്ല ഇത്രയും മാർക്ക് മേടിക്കുക, പഠിക്കുക എന്ന് പറയുന്നത്. നേരെ വലിയ ഉപദേശങ്ങൾ നിങ്ങൾക്ക് തരാൻ മുതിരുന്നില്ല. മൊബൈൽ ഫോൺ ആണെങ്കിലും ശരി, കാറാണെങ്കിലും ശരി, ഫ്രിഡ്ജ് ആണെങ്കിലും ശരി, ലോകത്തുള്ള എന്തായിട്ടും അതിന്റെ ഏറ്റവും പുതിയത് ഏതാണോ അതാണ് ഏറ്റവും അപ് ടു ഡേറ്റ് ആയ സാധനം. അങ്ങനെ നോക്കുമ്പോൾ എന്നെക്കാൾ പ്രായം കുറഞ്ഞ് അതിനുശേഷം വന്നിട്ടുള്ള നിങ്ങളെല്ലാവരും ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ ലോകം മനസ്സിലാക്കുന്നവരും ലോകത്തെക്കുറിച്ച് അറിവുള്ളവരും ഒക്കെയാണെന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. ഈ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ കേട്ടിട്ടാണോ അമ്മ അച്ഛനോട് ചോദിക്കും എന്ത് കറിയെന്ന് പറയുന്നത് ചോദിക്കും. അച്ഛൻ പറയും ഇഷ്ടമുള്ളത് വെച്ചോളൂ എന്ന് പറയും. നമ്മളൊന്ന് എന്താണ് അമ്മ ചോദിക്കുന്നു എന്താ വേണ്ടത്, അച്ഛൻ സ്നേഹമുള്ളത് ഇഷ്ടമുള്ളത് വെച്ചോളൂ, എന്താണ് ഞാൻ കഴിക്കാന്ന് പറയുന്നത്. എന്ത് രസമുള്ള ചോദ്യം ഉത്തരവാണ്. ഇതിനകത്തൊരു വലിയ സ്നേഹത്തിന്റെ സ്ഥലമൊന്നുമില്ല. ആകെ 5-6 കഷ്ണവും ഇച്ചിരി മുളകുപരിപ്പ് ഇരിപ്പുണ്ട്. ഇതിൽ നിന്ന് എന്തുണ്ടാക്കണമെന്നുള്ളത് അമ്മയ്ക്കറിയാം. തീരുമാനമെടുക്കാൻ അമ്മയ്ക്ക് പറയും. അപ്പൊ അമ്മ ഭർത്താവിനോട് ചോദിക്കണം എന്താ ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഡിസിഷൻ ആയല്ലോ, തീരുമാനമെടുക്കാൻ പുള്ളിക്ക് പോയി ഇഷ്ടമുള്ളതായിരുന്നു പറഞ്ഞാൽ ഓട് തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഈ പരിപാടി. ഞാൻ പറഞ്ഞത് വലിയ കൺഫ്യൂഷൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതേ നമ്മളൊരു ഹോട്ടലിൽ 4 പേരോട് ചെയ്യുന്നിട്ട് ഒരു 80 പേജുള്ള മെനു കാർഡ് കിട്ടിയാൽ അരമണിക്കൂർ എടുക്കും ഓർഡർ ചെയ്യാൻ. കുറേ നല്ല സാധനങ്ങളുടെ ലിസ്റ്റിലാണ്. മറ്റേ നമുക്കറിയാം വീട്ടിൽ എന്തൊക്കെ ഉള്ളത്, ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നുള്ളത്. അതുകൊണ്ട് ഈ തീരുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാൻ പറ്റും. പക്ഷേ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു മെനു കിട്ടിയാൽ എല്ലാവരും കൂടെ ഓർഡർ ചെയ്യുമ്പോൾ 10 മിനിറ്റ് എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കുറേ നല്ല ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ളതാണ്. പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷനായി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഡോക്ടർ എ രേഖ മുഖ്യപ്രഭാഷണം നടത്തി. +2-ൽ മുഴുവൻ മാർക്കും നേടിയ കെ കൃഷ്ണജ, ശിഖ സുരേഷ്, നിരഞ്ജന എസ് കുമാർ എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. സെക്രട്ടറി ജോർജ് സിറിയഗ്, ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് നൈസ് മാത്യു, ട്രഷറർ TS വാണി, വൈസ് പ്രസിഡന്റ് ജോസ് ചാലക്കൽ, റിറ്റി ആൻഡോ തുടങ്ങിയവർ പ്രസംഗിച്ചു. 1000-ഓളം വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റും മെഡലും നൽകി ആദരിച്ചു. സത്യസന്ധതയ്ക്ക് M രമേഷിനെയും നൃത്തകലയുടെ മികവിന് ജയലക്ഷ്മിയെയും മൊമന്റോ നൽകി ആദരിച്ചു. സംഘടനയുടെ 11ാം വാർഷികത്തോടനുബന്ധിച്ച 1 വർഷം നീണ്ടുനിൽക്കുന്ന ആരോഗ്യ പരിപാലന മിഷൻ 2026 ബ്രോഷർ പ്രകാശനവും നടന്നു. UTV ന്യൂസ്, പാലക്കാട്.